രാവിലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. മിക്സ് ബാജി അല്ലെങ്കിൽ മിക്സ് വെജിറ്റബിൾസ് ആയിട്ടുള്ള നല്ലൊരു കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതുപോലെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് അതറിയില്ല എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്നുള്ളത്. അതുകൊണ്ട് അവരത് മൊത്തം കഴിക്കും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റ് കൂടുതൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് അതിലേക്ക് സവാള ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു, പച്ചമുളക് ഒക്കെ ചേർത്ത് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നിങ്ങൾക്ക് ഒഴിവാക്കാം, വെണ്ടയ്ക്ക ഇഷ്ടമല്ല എങ്കിൽ. അല്ലെങ്കിൽ ചേർത്താൽ ഇതുപോലെ നേരത്തെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാവൂ. ഇങ്ങനെ ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ തക്കാളിക്കോട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തക്കാളിക്ക വേണ്ടായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടി ഏതാണെന്ന് വെച്ചാൽ ചിക്കൻ മസാലയോ മട്ടൺ മസാലയോ അങ്ങനെയുള്ള ഏത് മസാലയും ചേർക്കാം. ഞാനിവിടെ ഗരം മസാല ചേർത്തു. അതോടൊപ്പം തന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തു. പിന്നെ വലിയ ജീരകം പൊടിച്ചത് അപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം കൂടി പോകാതെ തന്നെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചപ്പാത്തിക്ക് കഴിക്കേണ്ടതായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഗ്രീൻ പീസ് നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ മോളുകളിലൊക്കെ കാണും. അതില്ല എങ്കിൽ കുഴപ്പമില്ല, ബാക്കി ചേരുവകൾ ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ കുക്കിംഗ് വീഡിയോയൊക്കെയുമായിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം കസ്തൂരി മേത്തി, മല്ലിയിലയൊക്കെ ചേർത്തു. അത് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഓക്കെ. എല്ലാം ഇപ്പം നാട്ടിൽ കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഇതൊക്കെ വെച്ച് നിങ്ങളിതുപോലെ കറി ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ ഓക്കെ.